ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല അല്ലേ. ഈ ആഴ്ച ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. ഷോർട്ട് വീഡിയോകളൊന്നും ഇടാൻ പറ്റണില്ല. കുറച്ച് എന്താ പറയുക, പ്രശ്നങ്ങളാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഷോർട്ട് വീഡിയോകൾ ഇടാൻ പറ്റുന്നില്ല. അച്ചാറിൻ്റെ അതേപോലെ സ്റ്റോക്ക് കുറച്ച് കുറവുണ്ട്. എന്നാലും നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി, മാങ്ങ, മീൻ, ലെമൺ ഡേറ്റ്സ്, ബീഫ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇല്ലാത്തതാണ് ലെമൺ അച്ചാർ ഇല്ല കേട്ടോ. ലെമൺ മാത്രമായതേ, അത് മാത്രം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല. അപ്പോൾ അങ്ങനെ വേണ്ടവർ അച്ചാർ വേണ്ടവർ ഓർഡർ ചെയ്യുക. അപ്പോൾ സൺഡേയിൽ രാവിലെ എഴുന്നേറ്റ് ശ്രീകുട്ടനായത്തിനും വീട്ടിലില്ലായിരുന്നു. ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ചേട്ടനാണെങ്കിൽ നല്ല എന്താ പറയുക, തണ്ടലൊന്ന് വിലങ്ങി, എന്നിട്ട് ആവി പിടിച്ച് കൊടുത്തതാണ് ആ കണ്ടത്. തലേദിവസം വിലങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു. അതിന് നീർക്കെട്ടിൻ്റെ ഗുളിക കഴിച്ചപ്പോൾ ഛർദിയായി. അങ്ങനെ ഛർദിക്കൊക്കെ ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഗ്ലൂക്കോസൊക്കെ കയറ്റി തലേദിവസം നല്ല സുഖമുള്ള ദിവസമായിരുന്നു. അങ്ങനെ നല്ല സുഖമായിട്ടുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പിള്ളേരില്ലല്ലോ, അതുകൊണ്ട് 8:30 വരെ അവിടെ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്ന് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഗുളിക കഴിക്കാണ്ടല്ലോ, ഞാൻ പതുക്കെ വന്ന് ഒരു ഗോതമ്പ് ദോശയും സ്റ്റൂ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്പുമാവ്, പുട്ട്, ഗോതമ്പ് ദോശ അങ്ങനത്തെയൊക്കെ ആണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നല്ല മൊരിഞ്ഞ് അപ്പം തന്നെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഗ്യാസ് നല്ല റേറ്റ് കൂടുതലിന് വാങ്ങിച്ചിട്ടുള്ള ഗ്യാസ് ആയതുകൊണ്ട് ഞാൻ ഗ്യാസും അധികം പലഹാരപ്പണി കുറവാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് നിവൃത്തിയില്ലല്ലോ. നമ്മുടെ ചപ്പാത്തി മേക്കറിനെ ഉപയോഗിച്ച് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. പൈസ ശരിക്കും മുതലായിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കി വെക്കുകയാണ്. നല്ല മോൾ ഭാഗം കൂടി ഒന്ന് അടച്ച് വെച്ചാൽ ഒന്ന് പൊളയ്ക്കണ പോലെയാണ് കേട്ടോ. നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നാണ് എനിക്ക് ആ ഒരു സൂത്രം മനസ്സിലായത്. ഗോസു എന്നൊക്കെ പറയുന്നില്ലേ, ഗോതമ്പ് ദോശ എപ്പോഴും ഒരു സ്റ്റിക്കി അല്ലേ. അപ്പോൾ ഇതിലുണ്ടാകുമ്പോൾ ആ സ്റ്റിക്കി ഇല്ല കേട്ടോ. അതാണ് എനിക്കതിനോട് കുറവ്. അപ്പോൾ അങ്ങനെ സ്റ്റു കറിക്കുള്ളത് റെഡിയാക്കലും ഈ ദോശ പരത്തലും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്യാരറ്റും, ഒരു ഉരുളക്കിഴങ്ങും, ഒരു തക്കാളി, ഒരു സവോള, ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റൂ കറിയായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ, പിന്നെ വേണമെങ്കിൽ ഇത്തിരി നാളികേരം അരച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇന്ന് 2 പേര് മാത്രമായതുകൊണ്ട് അത് ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടാത്തത് കൊണ്ടും അത് ചെയ്യാൻ പോയില്ല കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. വെള്ള സ്റ്റൂ കറി ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ളൊരു സ്റ്റൂ കറിയാണ് ഇത് എൻ്റെ അമ്മായിമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ തലേദിവസത്തെ കുറച്ചൊരു ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഭാഗ്യമായി. ഇനിയിപ്പോൾ ചോറ് വെക്കാണ്ടൊത്തല്ലോ. ആ ചോറിനൊന്ന് കഴുകി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ കേട്ടോ. കണ്ടോ ദോശ കണ്ടോ, നല്ല ഒരു മുരിഞ്ഞ ഒരു ഫീലിലിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൂ കറിയിലെ കഷ്ണങ്ങളൊക്കെ വിസിലടിച്ചു. അതിനെ മാറ്റി വെച്ച് ചോറ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നും എടുത്ത് ഉടച്ച് റെഡിയാക്കണം. അപ്പോൾ കുറച്ച് നേരം ആ എയർ പോണവരോട് ഇരുന്നോട്ടെ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉച്ചക്കലത്തേക്ക് പയറ് തോരൻ വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 1.5 കിലോ പയറ് മേടിച്ചതാണെന്നേ. അതങ്ങനെ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അങ്ങനെ കോരിയെടുത്തു. അതിനിടയ്ക്ക് ആ ചോറ് ഞാനൊന്ന് വാർത്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കറിവേപ്പില ഇട്ടു. മല്ലിയില ഇറങ്ങിയിടാം, പക്ഷേ എനിക്ക് എപ്പോഴും കറിവേപ്പിലയോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറ് തിളപ്പിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ സ്റ്റൂ കറി ദോശയായിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. ചേട്ടൻ ആവിയൊക്കെ പിടിച്ച് ഗുളികയൊക്കെ കഴിച്ച്, ഗുളിക വെച്ചാൽ ഗ്യാസിനുള്ള ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങി. അതിനിടയ്ക്ക് ഇതായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അത് കഴിക്കാൻ വന്നു. പിന്നെ ഞാൻ പയറ് തോരൻ വെച്ചു കേട്ടോ. ഇതിലത്തെ നാളികേരമൊക്കെ ഇടാം. തോരനല്ല, മെഴുക്ക് പുരട്ടി എന്ന് പറയാം. നാളികേരം ഇടാത്തതിനല്ലേ നമ്മൾ മെഴുക്ക് പുരട്ടി എന്ന് പറയുക. നാളികേരം ഇട്ടതിന് തോരൻ എന്നാ പറയാമെന്നാണ് ഞാനൊരു ഡിഫറൻസ് കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നല്ല ടേസ്റ്റിൽ ഫുഡ് കഴിക്കണം, അത്രേ തന്നെ. ഇത്തിരി വെളിച്ചെണ്ണയും നന്നായിട്ട് ഉള്ളിയൊക്കെ ചേർത്താൽ നല്ല അടിപൊളി പയറ് തോരൻ കിട്ടും. അത് അവിടെ പാകമായി കൊണ്ടിരിക്കുക. ഞാനിവിടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അടുക്കളയൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ നമ്മുടെ വാഷ് ബേസിനല്ല, സിങ്ക് അപ്പം തേച്ച് കഴുകിയില്ല. പണി കിട്ടുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ എപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകും. ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ബ്രഷ് അന്വേഷിക്കാനായിട്ട് പോകണ്ട. അപ്പോൾ കുഞ്ഞു മുക്കും മൂലയൊക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ, ഇതിലുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ
നമ്മൾ ഷവർ അടിക്കുന്ന സംഭവത്തിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് നമ്മളിവിടെ നിന്ന് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല അതേപോലത്തെ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ തപ്പി, എനിക്കത് അടിച്ചിട്ട് കിട്ടണില്ലാന്നേ, കിട്ടിയില്ല കേട്ടോ. കടയിൽ നിന്നാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തുണികൾ മടക്കി വെക്കാനുള്ള പരിപാടി, കുറേ തുണികൾ മടക്കാനുണ്ട്, തലേദിവസത്തെയും മടക്കി വെക്കാനുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തുണികൾ കഴുകാനിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് കഴുകി. കല്ലും അലക്കാനായിട്ട് നോക്കിയപ്പോൾ സോപ്പ് പൊടി കഴിഞ്ഞു കേട്ടോ. ഈ സോപ്പ് പൊടി ഈ ഒരു അലക്കോട് കൂടി അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ മുറ്റത്ത് അലക്കാനുള്ള പരിപാടിക്ക് വേണ്ടാന്ന് വെച്ചു. ഇപ്പം ഇനിയിപ്പോൾ ചേട്ടനെ ഏതായാലും വയ്യാണ്ടിരിക്കല്ലേ, ഇനിയിപ്പോൾ വിളിച്ച് മുറ്റത്ത് വിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വിടാനൊന്നും നിന്നില്ല. ഇനി കല്ലും അലക്കാളത് പിറ്റേ ദിവസം അങ്ങനെ അലക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം പുറത്ത് പോകുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ആ തുണികളെല്ലാം മടക്കി, തുണിയുടെ ബോക്സുകളൊക്കെ കാലിയായിട്ടിരിക്കുന്ന കണ്ടില്ലേ, എല്ലാതും പുറത്താണ് കിടന്നിരുന്നത്. പിന്നെ ഇങ്ങനെ കാലിയാവാണ്ടിരിക്കുക. അങ്ങനെ എല്ലാതും സെറ്റാക്കി എടുത്തു വെച്ചു. ചേട്ടൻ്റെ ഡ്രസ്സുകളും വെച്ചു കേട്ടോ. അത് പിന്നെ ബോക്സും കൂടെ വലിച്ചെടുക്കാമെന്നില്ല, അത് നല്ല കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. ഇത് തുണി ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഷേപ്പ്ലെസ് ആവും, അത് തുണി ഉണ്ടായാലും ഇല്ലെങ്കിലും ഷേപ്പായിട്ടിരിക്കും. അത് കാരണം നമുക്ക് ഇങ്ങോട്ട് അലമാരി നിങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അതിലേക്ക് തന്നെ അങ്ങോട്ട് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ ഷർട്ടും ഒരെണ്ണത്തിൽ പാൻറ്റും അങ്ങനെയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ മുന്നേ കാണിച്ചതല്ലേ. ഇതിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇടാം കേട്ടോ. 2 ടൈപ്പ് ഉള്ളതിൻ്റെയും ലിങ്ക് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഒരെണ്ണത്തിലും, ജോലിക്ക് പോണത് ഒരെണ്ണത്തിലും, പുതപ്പും വിരികളും ഒക്കെ വേറെ ഒരെണ്ണത്തിലും, ചേട്ടൻ ഡ്രസ്സ് വേറെ ഒരെണ്ണത്തിലൊക്കെ ആക്കി വെച്ചു. പിള്ളേരുടെ പക്ഷേ വെറുതെ മടക്കി ഞാൻ ആ കാർബോർഡ് പെട്ടിയിൽ കൊണ്ടിട്ടു. അലമാരിയിൽ വെച്ചാൽ വരെ ഒരു ഗുണമില്ല, അലമാരിയൊക്കെ കാലിയായിട്ട് കിടക്കട്ടെ. അവർക്കിങ്ങനെ പരത്തി ഇടണം. ഒരു റൂമോടെ കാലിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതൊക്കെ വലിച്ചു വാരിയിടും. ഞാനെങ്ങാനും മടക്കി വെച്ചാൽ പറയും ഒന്നും കാണാണ്ടായിന്ന്. അപ്പോൾ എന്തെങ്കിലും ചേട്ടാലേ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടു കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ചീത്ത പറഞ്ഞൊക്കെ ഒതുപ്പിക്കും. അവർക്ക് റെസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് ഒഴിവുള്ളപ്പോൾ ഞാൻ പറയും ഒതുക്കാനായിട്ട്. ഇനി എക്സാമുകളാണ്, പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ചാൽ പറയില്ല. ഇപ്പോൾ 2 പേരും ഭയങ്കര ബിസിയാണ് കേട്ടോ. 2 പേർക്കും ഒട്ടും ഒഴിവില്ല. എന്നെ സഹായിക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും 2 പേർക്കും ഒരു ഒഴിവില്ല. അപ്പോൾ പിന്നെ നമ്മളല്ലാണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. കോട്ടയം സ്റ്റൈൽ എഗ്ഗ് ഓംലേറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. ഞാൻ വഴറ്റാനൊന്നും നിന്നില്ല. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ മുറിച്ചതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. കുറച്ച് തേങ്ങ ചിരകിയതും വറ്റൽ മുളകും അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കുകയാണെന്നതാണ് ശരിക്കുള്ള കോട്ടയം സ്റ്റൈലെന്ന് എനിക്ക് തോന്നി. ഏതിലോ ഒരെണ്ണത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എളുപ്പപ്പണിയല്ലേ, പിന്നെ ഗ്യാസ് ലാഭം. അങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ പരത്തി വെച്ച് ഞാൻ ആ ഒരു സമയം കൊണ്ടുണ്ടല്ലോ അതിൻ്റെ വറ്റൽ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചു കേട്ടോ, കാണാൻ ഭംഗിയുണ്ടായിക്കോട്ടെ. ആ ഒരു സമയം കൊണ്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കാനായിട്ട് കുഴച്ച് വയ്ക്കാം. വൈകുന്നേരത്തെ ഈ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി രണ്ടാമത് ഇന്നൊരു ചോറ് വയ്ക്കൽ വേണ്ട, വൈകുന്നേരം ഒരു ചോറ് വയ്ക്കാനുണ്ടല്ലോ, അത് കാരണം കൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു. വൈകുന്നേരം ചപ്പാത്തിയും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർ വരുമ്പോഴേക്കും അതൊക്കെ ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയൊക്കെ കുഴച്ച് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത് ഹോളിൽ ഇരുന്നിട്ടാണ് കേട്ടോ. ആദ്യത്തിന് അവിടെ പുറത്തേക്ക് ഇറങ്ങി മുട്ട പൊരിക്കാൻ വന്നിട്ടുണ്ട്. ചേട്ടന് വയ്യാണ്ട് കിടക്കില്ല, അത് കാരണം മുറിയിലിരുന്ന് വോയിസ് കൊടുക്കാൻ പറ്റില്ല. ചേട്ടൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് കാരണം ഞാൻ ഹോളിൽ ഇരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുക്കളയിലത്തെ ശബ്ദം ഹോളിലേക്ക് വരുമല്ലോ. ഫാനൊക്കെ ഓഫാക്കിയിട്ടുണ്ട് എന്നാലും. അപ്പോൾ എൻ്റെ ഉച്ചക്കലത്തെ ലഞ്ച് ഇതാണ്, നമ്മുടെ മാങ്ങച്ചാറാണ് കേട്ടോ. എനിക്കൊരു അച്ചാറും കൂടി ഇതിൻ്റെ കൂടെ വേണമെന്ന് തോന്നി. അല്ലെങ്കിൽ ഇന്ന് ആ ചോറ് ഞാൻ ഉണ്ണില്ല, തലേദിവസത്തെ ചോറല്ലേ, എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇത് തലേദിവസത്തെയാണെന്നൊരു പറയലുണ്ട്. അപ്പോൾ അച്ചാർ വേണം കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ അച്ചാറൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറുണ്ടു. ചേട്ടൻ ചോറുണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഈ ഹോളൊന്ന് അടിച്ച് വാരുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ് കേട്ടോ. ഈ മാറ്റ് ഇട്ട് കൊടുത്ത് അടിച്ച് വാരുക എന്ന് പറയുന്നത് ഭയങ്കര ജോലിയാണ്. എത്രയും പെട്ടെന്ന് എനിക്കൊരു ടൈലിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഒരു കൊല്ലത്തിന് ഇപ്പുറം എന്തായാലും നടക്കില്ല എന്ന് എനിക്കറിയാം. അത്രയ്ക്ക് അധികം ടൈറ്റ് ഷെഡ്യൂളാണ് നമുക്ക്. എന്താ പറയുക, പൈസയുടെ അത്ര ആവശ്യങ്ങൾ ഉണ്ട്. അപ്പം അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത വയ്യാവലി വെക്കണ്ടല്ലോ, ഇതങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ മാറാലടിക്കണ കോല്, ഇത് മാറാലടിക്കണ കോലല്ല കേട്ടോ, ശരിക്കും ഫാൻ തുടയ്ക്കേണ്ടതാണ്. നല്ല അടിപൊളിയാണ് ഇതുകൊണ്ട് ഫാൻ തുടയ്ക്കാനായിട്ട്. കറക്റ്റ് അതുമ്മക്കോടെ ഇങ്ങോട്ട് അതിൻ്റെ ഇതിങ്ങോട്ട് പോന്തി വരും. നമ്മുടെ ചാമ്പയ്ക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ചാമ്പയ്ക്ക് ഉപ്പിലിട്ടതും പയറ് തോരനും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ചാമ്പയ്ക്ക് അച്ചാറിടാൻ ഉണ്ടാവുമെന്നുള്ളൂ കണ്ടറിയാം. ചാമ്പയ്ക്കര വിശേഷം ഇതിൻ്റെ പിന്നാലെ വരും കേട്ടോ. ഞാൻ അവൻ കാട്ടി തന്നപ്പോൾ ഞാനൊന്ന് നോക്കി പറഞ്ഞതാണ് വിശേഷം. നമ്മുടെ ആയത്തിൻ്റെയും ശ്രീകുട്ടൻ്റെയും ഒക്കെ ട്രോഫികളാണ് ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ ഇതൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു അല്ലേ. അതേ സന്തോഷം എനിക്കിപ്പോൾ അത് കാണുമ്പോഴുണ്ട് കേട്ടോ.
സന്തോഷക്കുറവൊന്നുമില്ല. എന്താ വെച്ചാൽ എല്ലാ എക്സാമിനും A+ കിട്ടുമ്പോൾ ആനിവേഴ്സറിക്ക് കിട്ടുന്ന ഗിഫ്റ്റാണത്. അപ്പോൾ പിന്നെ സന്തോഷമില്ലാണ്ടെങ്കിൽ പിന്നെ ഡ്രോയിങ്ങിന്, ഡാൻസിന് നമ്മുടെ ആദ്യം നല്ലോണം ഡാൻസൊക്കെ കളിക്കും കേട്ടോ. പക്ഷെ വീഡിയോയിൽ കാണിക്കാന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല. കുറേ കാര്യങ്ങളൊന്നും അവൻ സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് അവനും ഞാനായിട്ട് മോമൻ സൺ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ഉണ്ടല്ലോ, അത് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് വേണ്ടേ, അത് അടുത്ത കാലത്തൊന്നും ഉണ്ടാവും തോന്നണില്ല കേട്ടോ. സൗണ്ട് കുറഞ്ഞു പോകണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അടിച്ചു വാരി നമ്മുടെ സോഫയുടെ അടിയിൽ വന്നപ്പോൾ നിറയെ പേപ്പറും കഷ്ണങ്ങളും, നമ്മുടെ അച്ചാറിൻ്റെ അഡ്രസ്സ് എഴുതുമ്പോൾ അവിടെ താഴത്ത് വീഴുമ്പോൾ പതുക്കെ പറന്ന് പോണതാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതൊക്കെ അടിച്ച് വാരിയെടുത്ത് കസേരകളൊക്കെ നീക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 15 മിനിറ്റത്തെ ജോലിയായിരുന്നു ഈ ഒരു ഹാൾ അടിച്ച് വാരൽ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി. ഞാൻ കുറച്ച് നേരം പോയി കിടന്നൊക്കെ ചെയ്തു കേട്ടോ. ശരിക്കും ഇവിടെ ടേബിളിൻ്റെ ചുറ്റും കസേര ഇട്ടിട്ട് ഒരു ഗുണവുമില്ല. ഈ സോഫ നടുവിൽ ടീപ്പോയി, ചുറ്റും കസേര, അതാണ് ഇവിടുത്തെ ഒരു ഇത്. സംസാരിക്കാനിരിക്കുക അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ സംസാരിക്കാനിരിക്കുമ്പോഴൊന്നും ഇപ്പം അടുത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അത് കാരണം കൊണ്ട് ആ ഒരു ഇതൊന്നും കൂട്ടുകാർക്ക് അത് പറഞ്ഞാൽ പറ്റില്ല അല്ലേ. ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് ഇരിപ്പ് കേട്ടോ. അങ്ങനെ ഞാൻ അത് കാരണം കൊണ്ട് അങ്ങനെ തന്നെ കസേര ഇട്ട് 2 കസേര അങ്ങോട്ട് മേശേര അവിടേക്ക് ഇട്ടു, അതൊന്ന് ഒതുക്കി ഇരിക്കാനായിട്ട് കേട്ടോ. അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര വെള്ളം ദാഹം വന്നു. ഞാൻ പോയി വെള്ളം കുടിച്ച് വീണ്ടും വോയിസ് കൊടുക്കാനിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ, അപ്പോൾ നമുക്കിങ്ങനെ വായിൽ വെള്ളം വറ്റണ പോലെ. മുറ്റം ഇപ്പോൾ എന്നും മുറ്റടിച്ചാലാണ് ഒരു വൃത്തിയുള്ളൂ. അത് വെച്ചിട്ട് എന്നും മുറ്റടിക്കാൻ എനിക്ക് ചിലപ്പോൾ ഒന്നും സാധിക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് എന്തായാലും നമുക്ക് ഒഴിവല്ലേ, അപ്പോൾ വേഗം മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. നിറയെ കൊഴിയുന്നുണ്ട്. എന്നോട് കുറേ ആൾക്കാർ നമ്മുടെ അച്ഛൻ്റെ ആവശ്യത്തിനൊക്കെ വന്നപ്പോൾ പറഞ്ഞു കേട്ടോ, വേഗം നീ ആ ഇരുമ്പുള്ളി ഫ്രണ്ടിൽ നിന്ന് വെട്ടിക്കളഞ്ഞോ, അല്ലെങ്കിൽ നിനക്ക് അവിടെ ആകെ വൃത്തികേടാവുന്നു. അതുപോലെ തന്നെയാണ്. പക്ഷേ എന്തായാലും നമുക്കിവിടെ ഫ്രണ്ടിലൊക്കെ ഒരു പണി വരുന്ന വരെ അതവിടെ നിന്നോട്ടെ. പണിയെന്ന് വിചാരിച്ചാൽ എനിക്കുള്ള പണിയല്ല, നമുക്കവിടെ മതിൽ കെട്ടുന്നു ടൈലിടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത കാലത്ത് നടക്കില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാൽ ആഗ്രഹിക്കണോണ്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം കുറേ പ്രാവശ്യം ആഗ്രഹിക്കുമ്പോഴാണ് നമുക്കത് സാധിക്കാമെന്ന് പറയും. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങിയൊരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് 20 വർഷത്തിന് ഇപ്പുറമാണ് എനിക്കത് സാധിച്ചത്. ഇനിയൊരു 20 വർഷം കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഏജ് ഓവറായി തുടങ്ങിയില്ല. എന്നാലും സാധിക്കും. എന്തായാലും 3-4 വർഷത്തിന് അപ്പുറത്തൊക്കെ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ കേട്ടോ. നമ്മളും ഒപ്പം പണിയെടുക്കണം, ദൈവം മാത്രം സഹായിക്കില്ല. അങ്ങനെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുകയാണ്. അതിനെ പിന്നെ ഞാൻ വെച്ചപ്പോൾ ചുറ്റും ആ വേലിയുടെ മതിലെന്ന് പറയാനില്ലല്ലോ, വേലിയിൽ നിന്ന് തന്നെയല്ലേ പറയാനുള്ളൂ, വേലിയുടെ ചുറ്റുമായിട്ട് വെച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ, ഈ ഇരുമ്പുളി പൊട്ടിക്കുമ്പോഴും ചാമ്പ പൊട്ടിക്കുമ്പോഴും ഒക്കെ താഴത്തേക്ക് വീണ് കഴിഞ്ഞ് ചട്ടികളുടെ ഇടയിൽ കൂടെ എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാനൊക്കെ അതൊന്ന് പൊട്ടിക്കാൻ ഒരു പരുവത്തിന് ചെടികൾ ഒതുക്കി വെച്ചു കേട്ടോ. അങ്ങനെ മറ്റുള്ള ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് പുല്ലിങ്ങനെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഞാനും പിന്നെ പുല്ല് മരുന്നടിച്ചിട്ട് തന്നെ ചെന്നുള്ള പറിക്കാനൊന്നും പോണില്ല. പിന്നെ നമുക്ക് പുല്ലുവെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ, അത് ബഫല്ലോ ഗ്രാസ് ഉണ്ടല്ലോ, ശരിക്കും അതാണ് കേട്ടോ അവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അത് പറിച്ചാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിങ്ങനെ വെട്ടി നിർത്താനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നമ്മളത് വീട്ടിലിരിക്കണം. 8 മണി കഴിഞ്ഞ് 8 മണി വരെ ജോലിക്ക് പോയിട്ട് വരണം. എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ള നേരമില്ല കേട്ടോ. അപ്പോൾ അത് ആ ചാമ്പയമ്മയ്ക്ക് നോക്കിയപ്പോൾ നിറയെ ചാമ്പയ്ക്ക് നിൽക്കണം. ഇതാരും കണ്ടില്ല കേട്ടോ ഇത്ര ദിവസമായിട്ടും. അപ്പോൾ ഇങ്ങനെ ഇത് പെട്ടെന്ന് ഒക്കെ ഇലകളുടെ അടിയിലല്ലേ ഈ നിൽക്കണത്. നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് കാണില്ല. അപ്പം ഞാൻ വേഗം ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അച്ചാറിടാനുള്ള ഉദ്ദേശത്തിലാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ വോയിസ് കൊടുക്കുമ്പോൾ. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന്, ആദ്യത്തെ എടുത്തുകൊണ്ട് പോകുന്നത്. നാളെ ഒരു പകരത്തോണ്ട് അത് ചിലപ്പോൾ കാരി അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരി അടിക്കാൻ വെച്ചാൽ അടുത്ത വീഡിയോയിൽ അച്ചാറുണ്ടാവില്ല, അല്ലെങ്കിൽ അച്ചാറുണ്ടാവും. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനേ പിള്ളേർക്ക് ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് കഴിക്കട്ടെ അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴല്ലേ നമുക്കങ്ങനെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റുള്ളൂ. പണ്ട് നമ്മുടെ തൃശ്ശൂരത്തെ വീട്ടിൽ ഒട്ടും സ്ഥലമില്ല കേട്ടോ, മുറ്റൊന്നും ഒട്ടുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നാത്തും ചാമ്പ തൈ കൊണ്ടുവന്നപ്പോൾ നേരെ മുന്നിലുള്ള വീട്ടിലാണ് നമ്മൾ ആ ചാമ്പ കൊണ്ടുവച്ചത്. ആദ്യത്തിന് ശ്രീകുട്ടനും ട്യൂഷനും പോണ വീടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചാമ്പ എപ്പോഴും പൊട്ടിക്കാനുള്ള അവകാശം നമ്മുടെ ആദ്യത്തിനായിരുന്നു. അങ്ങനെ എപ്പോഴും പോയി പൊട്ടിക്കും, കഴിക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. ചാമ്പയ്ക്ക മാത്രമല്ല, അവിടെ ഇഡ്ഡലി ഉണ്ടാക്കിയാലും നല്ല ചമ്മന്തിയൊക്കെ ആദ്യത്തിന് ഇഷ്ടമായിരുന്നു. ചമ്മന്തി കൂട്ടി ആദ്യത്തിന് ചോറ് കൊടുക്കും ട്യൂഷൻ ടീച്ചറിൻ്റെ അമ്മ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അവരോടൊക്കെ ഭയങ്കര സ്നേഹം കേട്ടോ ആദ്യത്തിന് ഇപ്പോഴും. അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ സ്നേഹിച്ചവരോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്താണ് നമുക്ക് സ്നേഹം
ഏത് സമയത്ത് ഇങ്ങോട്ട് സ്നേഹം തന്നാൽ അങ്ങോട്ട് സ്നേഹിക്കുക എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെയാണ് അല്ലേ. പക്ഷെ ഇങ്ങോട്ട് ഇല്ലാന്ന് തോന്നിയാൽ എന്നെ സംബന്ധിച്ച് പണ്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇല്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കുന്നത് നമ്മുടെ കടമയാണെന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ അങ്ങോട്ടും വേണ്ട എന്നുള്ളൊരു അതോരോ പ്രായം മാറുമ്പോൾ വരുന്ന മാറ്റങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ പ്രായം ഇങ്ങനെ മാറി വരുമ്പോഴേ ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ തോട്ടുകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതാ ചാമ്പയ്ക്ക നിറയെ കിട്ടിയിട്ടാ. അത് ഞാൻ നിറയെ ഉറുമ്പുണ്ടായിരുന്നു അതിൽ, പിന്നെ നിറയെ കുരുവല്ലേ. അപ്പം ഞാൻ ആ പൈപ്പിൻ്റെ ചുവട വെച്ചിട്ട് ഓരോന്നും പൈപ്പിൻ്റെ ചുവട വെച്ച് മുറിച്ച് കുരു കളഞ്ഞ് ഉപ്പിട്ട് പുരട്ടി വെച്ചു കേട്ടോ. പിന്നെ ഇരുമ്പുളി നല്ല ചട്ടിയിൽ ഇട്ടുള്ളൂ, സ്റ്റീൽ പാത്രത്തിലിട്ടാൽ പണി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് അതും ഇത്തിരി ഉപ്പ് പുരട്ടി വെച്ചു. ഇന്ന് അച്ചാറിടാൻ എനിക്ക് ഇന്ന് ടൈം കിട്ടില്ല എന്ന് എനിക്കറിയാം. ഇന്ന് എഡിറ്റിങ്ങും കൂടി ഉണ്ടല്ലോ. എഡിറ്റിംഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എഡിറ്റിംഗ് കൂടിയുള്ള കാരണം കൊണ്ട് നമുക്ക് സമയം കിട്ടില്ല. ചാമ്പയ്ക്കാനെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചു, കഴുകി ഉപ്പിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം പുഡിങ് ഉണ്ടാക്കാനാണ് വാങ്ങിച്ചത്. 2-3 പുഡിങ്ങൊക്കെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നൊക്കെ അവിടെ നിർത്തി ഞാനും ചേട്ടനെ ലുലു മാളിലേക്ക് പോവാണ്. ചിക്കനോ ബീഫോ എന്തെങ്കിലും വാങ്ങിക്കണം പിള്ളേർ വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ നേരെ പോവാണ് കേട്ടോ. വണ്ടി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ വേറെ ഓപ്ഷനൊന്നും ഇല്ല. അത് കാരണം കൊണ്ട് ഞാനും ചേട്ടനും ലുലു മാളിലെത്തി. നല്ല ഓഫറാണ് കേട്ടോ. 1 കിലോ വാനില ഐസ്ക്രീമിന് 160 രൂപ. സ്ട്രോബെറിയിലല്ലോ, സ്ട്രോബെറിക്ക് 185 തോന്നുന്നു. പിന്നെ ബട്ടർ സ്കോച്ചിന് 165. അങ്ങനെ ഈ വില കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് അറിയാലോ, ഒക്കെ നല്ല റേറ്റ് ഒക്കെ ഓഫറാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറവുണ്ട്. ഇന്ന് നല്ലോണം ക്യാഷ് കൈ പിടിച്ച് പോയാൽ നല്ല സാധനങ്ങൾ വാരിക്കൂട്ടി പോരാ കേട്ടോ. ഗ്രോസറിയുടെ ഭാഗത്തേക്ക് ഞാൻ പോയില്ല, പക്ഷെ ഇവിടെയൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടല്ലല്ലോ പോയത്. അത് കാരണം കൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. വന്നപ്പോൾ കുടിക്കാനുള്ള വെള്ളമില്ല, അത് കൊണ്ടുവന്നു. ആദിത്യനും ശ്രീകുട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിശന്നൊരു പഞ്ചറായിട്ടാണ് ആദിത്യം വന്നിരിക്കുന്നത്. പുറത്തേക്ക് പോയി അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന പരിപാടി ആദ്യത്തിനില്ല. ശ്രീകുട്ടൻ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിച്ചോളും. ആദ്യത്തിന് ഒട്ടും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വേഗം വന്ന് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ആവണുള്ളൂ കേട്ടോ. ചപ്പാത്തി ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നു, വേഗം അങ്ങോട്ട് വേവിച്ച്. ചിക്കൻ ഒരുവിധമായി, ചാറ് കുറുതായിട്ടില്ല, അപ്പോൾ എന്നാലും വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ അവർ 2 പേരും വന്ന് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി. ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതിനിടയ്ക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ചു കേട്ടോ. കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കി, നാളേക്കുള്ള ചപ്പാത്തിയും കൂടി ഉണ്ട് കേട്ടോ. ഇനി 2 നാഴി അരി ഇട്ടിട്ട് ചോറ് വെച്ച് നമ്മുടെ ഇൻഡക്ഷനിൽ ഇറക്കി വയ്ക്കണം. അതുകൂടി കഴിഞ്ഞ് ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. ഓക്കെ.